എല്ലാവർക്കും നമസ്കാരം. പ്രസിഷൻ ഓൺകോളജി അഥവാ സൂക്ഷ്മമായിട്ടുള്ള ജനറ്റിക് ടെസ്റ്റുകൾ വെച്ചിട്ട് ക്യാൻസർ ചികിത്സിക്കുക എന്ന് പറഞ്ഞൊരു മേഖലയിലേക്കാണ് ക്യാൻസർ ചികിത്സ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് 4ാം സ്റ്റേജിൽ നിങ്ങളൊരു ക്യാൻസർ കണ്ടുപിടിച്ചാൽ NGS നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് അഥവാ കോംപ്രിഹെൻസീവ് ജീനോമിക് പ്രൊഫൈലിംഗ് CGP എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ നിങ്ങളുടെ ബയോപ്സിയിൽ നിന്ന് ചെയ്യണമെന്നാണ് ഗൈഡ് ലൈൻസ് ഉള്ളത്. എല്ലാ ക്യാൻസറിലും ഇല്ലെങ്കിലും ഒരു ഭൂരിഭാഗം ക്യാൻസറിലും ആ ഒരു ഗൈഡ് ലൈൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെല്ലാം ജനിതക കോശങ്ങളുടെ തകരാറ് കൊണ്ടാണോ ക്യാൻസർ വന്നിട്ടുള്ളത് ആ ജനിതക കോശം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നോക്കുകയും അത് കണ്ടുപിടിച്ചാൽ അതിനെതിരെ ചികിത്സിക്കാൻ പറ്റുന്ന ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സുകൾ ലഭ്യമാണെങ്കിൽ അത് കൊടുത്താൽ ക്യാൻസറിൻ്റെ ഒരു ചികിത്സയിൽ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ വർധനവിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതും അസുഖം കൺട്രോൾ ചെയ്ത് ആയുസ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിലാണ് NGS അഥവാ CGP ഇത്രയധികം കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ ചെയ്യുന്ന ലാബുകളുടെ ടെസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ ലാബുകൾ ഇപ്പോൾ NGS അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ലിമിറ്റഡ് ജീൻ എക്സ്പ്രഷൻ പ്രൊഫൈലിംഗ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ജനിതക കോശങ്ങളുടെ തകരാറ് കണ്ടുപിടിച്ച് അതിനെതിരെ ചികിത്സിക്കുക. അപ്പോൾ സാധാരണ കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ അല്ലാതെ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞ രീതിയിലാണ്. നിർഭാഗ്യവശാൽ എല്ലാ ക്യാൻസറിലും ജനിതക കോശങ്ങളുടെ തകരാറ് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. ചില സമയത്ത് കണ്ടുപിടിച്ചാൽ തന്നെ അതിനെതിരെ മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആവണമെന്നില്ല. കുറേ കണ്ടുപിടിച്ച ജനിതക കോശങ്ങൾക്കെതിരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഒരു ശ്വാസകോശത്തിൻ്റെ ക്യാൻസർ ആവട്ടെ, കുടലിൻ്റെ ക്യാൻസർ ആവട്ടെ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസറുകളാവട്ടെ, ഇതെല്ലാം ഒരു ബൈലറി ട്രാക്ട് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചി അങ്ങനത്തെ ക്യാൻസർ ആവട്ടെ, ഇതെല്ലാം ഈ NGS എന്ന് പറഞ്ഞ ടെസ്റ്റിന് ശേഷം ഭയങ്കര വലിയൊരു വ്യത്യാസമാണ് ചികിത്സാ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. പണ്ട് കീമോയിലൊക്കെ കുറച്ച് മാസങ്ങൾ മാത്രം പോയിരുന്ന രോഗി കുറേ കൊല്ലങ്ങൾ വേറൊരു ചികിത്സയും ഇല്ലാതെ മരുന്ന് മാത്രം കഴിച്ച് അസുഖം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സജഷൻ വരികയാണെങ്കിൽ ഡോക്ടറെ അടുത്തെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അതിനുശേഷം അത് ചെയ്യുന്നതിൻ്റെ ഉപകാരങ്ങളും മറ്റൊന്നും വഴി ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഓൺകോളജിസ്റ്റ് അതിനനുസരിച്ച് അതിനുള്ള റെസ്പോൺസ് കൊടുക്കുക. താങ്ക് യു.